ഒറ്റപ്പാലം CMN ട്രസ്റ്റ് ഭവനരഹിതർക്കായി ഒരുക്കിയ വീടിന്റെ താക്കോൽദാനം കേരള മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് ഭവനരഹിതർക്കായി നിർമ്മിച്ച 13 വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഒറ്റപ്പാലം KM ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി, തൃത്താല MLA VT ബൽറാം, ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, CMN ട്രസ്റ്റ് ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പമ്പാവാസൻ നായർ, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നാടൻപാട്ട് കലാകാരൻ പ്രണവൻ ശശിയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. കഴിഞ്ഞ 5 വർഷത്തിനിടെ CMN ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 50 ഭവനരഹിത കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിലായി 13 വീടുകളുടെ താക്കോൽദാനമാണ് ഇന്ന് നടന്നത്. ധനികരായ ആളുകൾ പലരും ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരുടെ ഗണത്തിൽ, നല്ല മനുഷ്യരുടെ ശ്രേണിയിലാണ് അദ്ദേഹം ഇനി പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭാര്യയും 2 മക്കളും അവരും ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം തീർച്ചയായും കാണിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ മാതാപിതാക്കളുടെ പേര്, മാതാപിതാക്കളോട് ഇതിനേക്കാളും വലിയൊരു ആദരവ് ഒരു മകൻ എങ്ങനെയാണ് കാണിക്കുന്നത്? അവരുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പാവങ്ങളെ സഹായിക്കുമ്പോൾ ആ പാവങ്ങളുടെ പ്രാർത്ഥനകളാണ് ആ മാതാപിതാക്കൾക്ക് കൂടി ലഭ്യമാകുന്നത്. ഒരു മകന് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ആദരവായി ഞാൻ ഈ പരിപാടിയെ കാണുന്നു, ഈ ചടങ്ങിനെ കാണുന്നു. അതാണ് ഈ പ്രത്യേകത. ഒരുപാട് സംഘടനകൾ, രോഗികളായ ആളുകൾ, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് മാരകമായ ഒരു രോഗം ബാധിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരാൾക്ക് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു തലമുറകളെ പോലും കടക്കണിയിലാക്കുന്ന തരത്തിലുള്ള ബാധ്യതകളാണ്. എത്രയോ കുടുംബങ്ങളാണ് വീട് പണയപ്പെടുത്തി പോയി ആളെ ചികിത്സിക്കുന്നത്. അവസാനം വീടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുന്നു, ജപ്തിയായിട്ട് റോഡിലിറങ്ങേണ്ടി വരുന്നവരുടെ സ്ഥിതി എന്താണ്? ചികിത്സാ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മാരകമായ രോഗങ്ങൾ കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കിതിനെല്ലാം നമ്മുടെ കൂടെ കാര്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് നല്ല പ്രവർത്തനമാകുന്നത്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് വന്ന ഉടനെ വൺ കേരള കരുതൽ മിഷൻ എന്നുള്ളൊരു വലിയ സംരംഭം തുടങ്ങി. വലിയൊരു കോർപ്പസ് അതിനുണ്ടാവും, CSR ഫണ്ടും മറ്റു ഫണ്ടുകളും.